സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, സഹപ്രവർത്തകന്മാരെ, നേതാക്കളെ, ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള ഈ പ്രോഗ്രാമിൻ്റെ പശ്ചാത്തലങ്ങളെ സംബന്ധിച്ച് വിശദീകരിക്കപ്പെട്ട് കഴിഞ്ഞു. ഈ ഒരു പരിശുദ്ധ ഖുർആനിൻ്റെ പഠന സെമിനാറിൽ ആദ്യത്തെ സബ്ജക്റ്റിൽ എനിക്ക് സംസാരിക്കാനുള്ളത് സത്യവിശ്വാസികളും അവർ അനുഭവിക്കേണ്ടി വരുന്ന പരീക്ഷണങ്ങളെ സംബന്ധിച്ചുമാണ്. ഞാൻ ആമുഖമായി ഉണർത്തട്ടെ, ഈ സദസ്സിലുള്ള ഓരോ ആളുകളും വളരെ ശ്രദ്ധയോടുകൂടി ഈ സംസാരം ശ്രദ്ധിക്കണം. പല മേഖലകളിലേക്കും നമ്മുടെ ശ്രദ്ധ തിരിയാൻ സാധ്യതയുള്ളതുകൊണ്ട് അതിനൊന്നും വശപ്പെടാതെ എന്താണ് നാം സംസാരിക്കുന്ന വിഷയമെന്ന് നിങ്ങൾ ഓരോരുത്തരും, സംസാരിക്കുന്ന ഞാനടക്കം, ശ്രദ്ധിക്കുകയും അതിൽ നിന്ന് ഗുണപാഠം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിൽ അത് പ്രാവർത്തികമാക്കാൻ, പ്രയോഗവൽക്കരിക്കാൻ, അത് പ്രബോധനം ചെയ്യാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുകയും ചെയ്യണം എന്ന് ആമുഖമായി ഉണർത്തുകയാണ്. സത്യവിശ്വാസികളും പരീക്ഷണങ്ങളും എന്നത് യഥാർത്ഥത്തിൽ സത്യവിശ്വാസികളോളം പഴക്കമുള്ള ഒരു വിഷയമാണ്. അഥവാ ഒന്നാമത്തെ നബി അല്ലെങ്കിൽ ആദ്യത്തെ മനുഷ്യൻ ആദം അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചു. എന്നിട്ട് സ്വർഗത്തിലുള്ള കായ്കനികളെല്ലാം താങ്കൾക്ക് ഉപയോഗപ്പെടുത്താം, എന്നാൽ വലാ തഖറബ ഹാദിഹി ഷജറ ഫതകൂന മിനൽ ളാലിമീൻ, ഈ ഒരു വൃക്ഷത്തെ നിങ്ങൾ സമീപിക്കരുത്, നിങ്ങൾ ളാലിമുകളിൽ പെട്ടുപോകും എന്ന് പറഞ്ഞു. എന്നാൽ പിശാച് ആദം അലൈഹിസ്സലാത്തു വസ്സലാമയെ ഫിത്നയിൽ അകപ്പെടുത്തി ആ മരത്തിൽ നിന്ന് ഭക്ഷിക്കാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ അദ്ദേഹത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗലോകത്ത് നിന്ന് പുറത്താക്കി ഭൂമിയിലേക്ക് പറഞ്ഞയച്ചു. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ കാര്യത്തെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നിടത്ത് സൂറത്തുൽ അറാഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിച്ച ഒരു പദം യാ ബനി ആദം ലാ യഫ്തിനന്നകുമുശ് ശൈത്താൻ കമാ അഖ്റജ അബവൈകും മിനൽ ജന്ന. യാ ബനി ആദം, ആദമിന്റെ മക്കളെ, മനുഷ്യരെ, ലാ യഫ്തിനന്നകുമുശ് ശൈത്താൻ, പിശാച് നിങ്ങളെ ഫിത്നയിൽ അകപ്പെടുത്താതിരിക്കട്ടെ, പരീക്ഷണത്തിൽ അകപ്പെടുത്താതിരിക്കട്ടെ. ഏതുപോലെ? കമാ അഖ്റജ അബവൈകും മിനൽ ജന്ന, നിങ്ങളുടെ മാതാപിതാക്കളെ അഥവാ ആദം നബിയെയും ഹവ്വ അലൈഹിസ്സലാത്തു വസ്സലാമയെയും സ്വർഗലോകത്ത് നിന്ന് പുറത്താക്കിയതുപോലെയുള്ള ഒരു ഫിത്നയിൽ പിശാച് നിങ്ങളെ അകപ്പെടുത്താതിരിക്കട്ടെ. അപ്പൊ രണ്ട് കാര്യങ്ങൾ ആ ആയത്തിൽ നിന്ന് കിട്ടി. ഒന്ന്, ഈ ഒരു പരീക്ഷണം, ഫിത്ന ഏറ്റവും ആദ്യം ഫേസ് ചെയ്തിട്ടുള്ളത് നമ്മുടെ പിതാവായ ആദം അലൈഹിസ്സലാത്തു വസ്സലാമയും നമ്മുടെ ഉമ്മയുമാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ ചരിത്രത്തോളം, മനുഷ്യന്റെ തുടക്കത്തോളം പഴക്കമുള്ള വിഷയമാണ് സത്യവിശ്വാസികൾ പരീക്ഷിക്കപ്പെടുക എന്ന കാര്യം. ആ പരീക്ഷണം സ്വർഗം വരെ അവർക്ക് നഷ്ടമാക്കും എന്ന ഗൗരവതരമായ വിഷയം. അതുകൊണ്ട് തന്നെ സത്യവിശ്വാസികൾ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഏതൊരു പരീക്ഷണങ്ങളും, ആ പരീക്ഷണങ്ങൾ അത് എല്ലാവർക്കും ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അതേ സന്ദർഭത്തിൽ തന്നെ എനിക്കും നിങ്ങൾക്കും നമ്മുടെ സ്വർഗം നഷ്ടപ്പെടാൻ അത്തരം പരീക്ഷണങ്ങൾ കാരണമായി തീരും എന്ന കാര്യവും ശ്രദ്ധാർഹമാണ്. അതുകൊണ്ട് തന്നെ ഞാനും നിങ്ങളും വളരെ ഗൗരവപൂർവം ചർച്ച ചെയ്യേണ്ടുന്ന ഒരു വിഷയമാണ് സത്യവിശ്വാസികൾ അനുഭവിക്കുന്ന പരീക്ഷണങ്ങളും പരിശുദ്ധ ഖുർആൻ ആ വിഷയത്തിൽ നൽകുന്ന കാഴ്ചപ്പാടുകളും
അതിനെ മറികടക്കാനുള്ള പരിഹാരങ്ങളും എന്തൊക്കെ കാര്യങ്ങളാണ് സത്യവിശ്വാസികളായ സ്ത്രീകളും പുരുഷന്മാരും ആ വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ടത് എന്ന വിഷയങ്ങളും നമ്മുടെ അഖീദയുടെ ഭാഗമായി പഠിക്കേണ്ട വിഷയമാണ്. ലോകത്തിന്റെ നാനാഭാഗങ്ങളിലുമുള്ള സലഫി പണ്ഡിതന്മാർ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ അഖീദയുടെ ഗ്രന്ഥം രചിക്കുന്നിടത്തൊക്കെ അവരുടെ ഗ്രന്ഥത്തിൽ ഒരു ഭാഗം ഫിത്നയുടെ ഭാഗമായി, പരീക്ഷണത്തിന്റെ ഭാഗം വിശദീകരിക്കുന്നതായി മാറ്റിവെച്ചത് പരീക്ഷണങ്ങളിൽ, ഫിത്നകളിൽ എന്ത് നിലപാട് സ്വീകരിക്കണം എന്ന വിഷയം ഒരു വിശ്വാസിയുടെ അഖീദയുമായി ബന്ധപ്പെട്ട വിഷയമാണ്, വിശ്വാസവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അതുകൊണ്ട് തന്നെ തൗഹീദ് പഠിക്കാൻ, വിശ്വാസകാര്യങ്ങൾ പഠിക്കാൻ, അഖീദ പഠിക്കാൻ, അത് മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന യാതൊരാൾക്കും സത്യവിശ്വാസികളും പരീക്ഷണങ്ങളും എന്ന വിഷയത്തെ സംബന്ധിച്ച് അവർക്ക് പഠിക്കാതിരിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് വളരെ ഗൗരവപ്പെട്ട, ശ്രദ്ധാർഹമായ, പഠിക്കേണ്ടുന്ന ഒരു വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അത് മുഴുവനായി ചർച്ച ചെയ്യുക കേവലം ഒരു ക്ലാസ് കൊണ്ട് സാധ്യമല്ല. അതുകൊണ്ട് അതിന്റെ ഏതാനും ചില ഭാഗങ്ങൾ മാത്രം സംസാരിക്കുന്ന എന്റെയും നിങ്ങളുടെയും ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഇൻഷാ അല്ലാഹ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അൻകബൂത്തിന്റെ തുടക്കത്തിൽ പറയുന്നു, അലിഫ് ലാം മീം അഹസിബൻ നാസു അൻ യുത്റകൂ അൻ യഖൂലു ആമന്നാ വഹും ലാ യുഫ്തനൂൻ വലഖദ് ഫതന്ന الذين من قبلهم فليعلمن الله الذين صدقوا وليعلمن الكاذبين أم حسب الذين يعملون السيئات أن يسبقونا ساء ما يحكمون من كان يرجو لقاء الله فإن أجل الله لآت وهو السميع العليم ومن جاهد فإنما يجاهد لنفسه إن الله لغني عن العالمين. സൂറത്തുൽ അൻകബൂത്തിലെ തുടക്കത്തിലെ വചനമാണ്. ആ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന കാര്യം, അഹസിബൻ നാസു അൻ യുത്റകൂ, മനുഷ്യർ വിചാരിച്ചോ അവരെ അല്ലാഹു വെറുതെ വിടുമെന്ന്, അൻ യഖൂലു ആമന്നാ, ഞങ്ങൾ മുഅ്മിനുകളാണ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ മാത്രം, ഞങ്ങൾ സത്യവിശ്വാസികളായി, ഞങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് അംഗീകരിച്ചിരിക്കുന്നു, ഇസ്ലാമിലെ 5 കാര്യങ്ങളും ഈമാനിന്റെ 6 കാര്യങ്ങളും മറ്റു വിഷയങ്ങളും ഞങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് വിശ്വസിച്ച് കഴിഞ്ഞാൽ പിന്നെ വഹും ലാ യുഫ്തനൂൻ, അവർക്ക് യാതൊരു പരീക്ഷണവും ഉണ്ടാവുകയില്ല എന്ന് ജനങ്ങൾ വിചാരിച്ചിരിക്കുകയാണോ? അത് അങ്ങനെയല്ല എന്ന ഉത്തരം കിട്ടാൻ വേണ്ടിയുള്ള അള്ളാഹുവിന്റെ ചോദ്യമാണത്. എന്ന് പറഞ്ഞാൽ ഒരിക്കലും സത്യവിശ്വാസികളെ പരീക്ഷണത്തിന് വിധേയമാക്കാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിടുകയില്ല. അതുകൊണ്ട് തന്നെ ആരെങ്കിലും ഞാൻ പരീക്ഷണത്തിന് വിധേയമാവുകയില്ല, എന്റെ പ്രസ്ഥാനം പരീക്ഷണത്തിന് വിധേയമാവുകയില്ല, എന്റെ സംഘടന പരീക്ഷണത്തിന് വിധേയമാവുകയില്ല, എന്റെ നേതാക്കളോ എന്റെ അനുയായികളോ പരീക്ഷണത്തിന് വിധേയമാവുകയില്ല, എന്റെ കുടുംബം പരീക്ഷണത്തിന് വിധേയമാവുകയില്ല, എന്റെ കച്ചവടം പരീക്ഷണത്തിന് വിധേയമാവുകയില്ല, എന്റെ ആരോഗ്യം പരീക്ഷണത്തിന് വിധേയമാവുകയില്ല എന്ന് ഒരാളും വിചാരിക്കുവാൻ പാടില്ല. ആ വിചാരം തെറ്റാണ്. മറിച്ച് മരിക്കുന്നതുവരെ ഒരു സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ നിരന്തരമായ പരീക്ഷണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ ചോദ്യം, അഹസിബൻ നാസ്, ജനങ്ങൾ മൂഢധാരണയിലാണോ, അൻ യുത്റകൂ, നിങ്ങളെ വെറുതെ വിടുമെന്ന്, അൻ യഖൂലു ആമന്ന, നിങ്ങൾ പറയുന്നു ഞങ്ങൾ മുഅ്മിനുകളാണ്, സത്യവിശ്വാസം സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ പരമസുഖമാണ് എന്ന് നിങ്ങൾ കരുതിയോ? വഹും ലാ യുഫ്തനൂൻ, അവർ പരീക്ഷിക്കപ്പെടുകയില്ല എന്നാണോ അവർ വിചാരിക്കുന്നത്? അത് നടക്കുകയില്ല. സൂറത്തു ആലി ഇമ്രാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു വചനത്തിലൂടെ പറഞ്ഞത്, മാ കാന അല്ലാഹു ലിയദറൽ മുഅ്മിനീന അലാ മാ അൻതും അലൈഹി, അല്ലാഹു സത്യവിശ്വാസികളെ ഒരേ സ്റ്റേറ്റിൽ, ഒരേ അവസ്ഥയിൽ വിടുകയില്ല. അങ്ങനെ വിടാൻ അല്ലാഹു ഉദ്ദേശിച്ചിട്ടില്ല. ഒരേ അവസ്ഥയിൽ എല്ലാ കാലത്തും ജീവിക്കുക, സന്തോഷത്തോടുകൂടി അല്ലെങ്കിൽ പ്രയാസത്തോടുകൂടി ഇല്ല. അങ്ങനെ ഒരു അവസ്ഥ സത്യവിശ്വാസികൾക്ക് അല്ലാഹു നൽകുകയില്ല. മറിച്ച് അവരുടെ അവസ്ഥകൾ മാറി മാറിക്കൊണ്ടിരിക്കും. വതിൽകൽ അയ്യാമു നുദാവിലുഹാ ബൈനന്നാസ്, ജനങ്ങൾക്കിടയിൽ അല്ലാഹു വിജയങ്ങളും പരാജയങ്ങളും പരീക്ഷണങ്ങളും കഷ്ടപ്പാടുകളും സന്തോഷങ്ങളും അല്ലാഹു മാറ്റിമറിച്ചുകൊണ്ടിരിക്കും. അത് അല്ലാഹുവിന്റെ നടപടിക്രമത്തിൽ പെട്ടതാണ്. അതുകൊണ്ട് തന്നെ സത്യവിശ്വാസികൾക്ക് പരീക്ഷണം എന്നത് അവരുടെ ജീവിതത്തിന്റെ അവസാന നിമിഷം വരെ തുടർന്നുകൊണ്ടിരിക്കുന്ന അല്ലാഹുവിന്റെ നടപടിക്രമങ്ങളിൽ പെട്ടതാണ് എന്ന കാര്യമാണ് നാം ഏറ്റവും ആദ്യം
മനസ്സിലാക്കി വെക്കേണ്ടത്. വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സാബിരീൻ. തീർച്ചയായും നാം നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. ഭയപ്പാടുകൊണ്ട്, പേടി, ഭീതി, ശത്രുക്കളിൽ നിന്നുള്ള പേടി, തൗഹീദിന്റെ, ഇസ്ലാമിന്റെ, ഖുർആനിന്റെ പ്രമാണങ്ങളുടെ ശത്രുക്കളെ സംബന്ധിച്ചുള്ള ഭയപ്പാട്, രോഗങ്ങളെ സംബന്ധിച്ചുള്ള ഭയപ്പാട്, നാശനഷ്ടങ്ങളെ സംബന്ധിച്ചുള്ള, അപകടങ്ങളെ സംബന്ധിച്ചുള്ള പേടികൾ, അങ്ങനെ തുടങ്ങി ഏതെല്ലാം നിലക്ക് മനുഷ്യന് പേടിക്കേണ്ടതുണ്ടോ ആ പേടികളൊക്കെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളെ പരീക്ഷിക്കും. വൽ ജൂ, വിശപ്പ് കൊണ്ട്, ദാരിദ്ര്യം കൊണ്ട്, പട്ടിണി കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ പരീക്ഷിക്കും. ധനവാനായ ഒരാൾ പോലും, ഒരുപാട് സമ്പത്തുള്ള ആളാണെങ്കിൽ പോലും ചിലപ്പോൾ ചില ദിവസങ്ങളിൽ പട്ടിണി കിടക്കേണ്ട അവസ്ഥ ഉണ്ടാകും. ചില രോഗങ്ങൾ കാരണം കൃത്യമായി ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥ പണക്കാരായ ആളുകൾക്ക് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. ഇനി ഇതൊന്നുമില്ലെങ്കിലോ നോമ്പെന്ന നിർബന്ധമായ ആ ആരാധനയിലൂടെ വിശപ്പ് സഹിക്കേണ്ടുന്ന അവസ്ഥ ഉണ്ടാകും. ഇങ്ങനെ പണമുള്ളവനാകട്ടെ ഇല്ലാത്തവനാകട്ടെ, രാജാവാകട്ടെ പ്രജയാകട്ടെ, ആരുമാകട്ടെ വിശപ്പ് സഹിക്കേണ്ടുന്ന, വിശപ്പെന്ന പരീക്ഷണം അനുഭവിക്കേണ്ടി വരുന്ന അവസ്ഥ എല്ലാവർക്കും ഉണ്ടാകും. അതുപോലെ തന്നെ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത്, ധനത്തിലും ശരീരത്തിലും കുടുംബത്തിലും കൃഷിയിലുമൊക്കെ നാശനഷ്ടങ്ങൾ ഉണ്ടായിക്കൊണ്ട് അല്ലാഹു നമ്മളെ പരീക്ഷിക്കും. സൂറത്തുൽ മുഅ്മിനൂനിൽ പറഞ്ഞതുപോലെ വനബ്ലൂകും ബിശ്ശർരി വൽ ഖൈരി ഫിത്ന, ഖൈറ് കൊണ്ടും ശർറ് കൊണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ പരീക്ഷിച്ചുകൊണ്ടേയിരിക്കും. ഖൈറും നൽകും, ശർറും നൽകും. രണ്ടും പരീക്ഷണമാണ്. അത് രണ്ടും നൽകിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ പരീക്ഷിച്ചുകൊണ്ടേയിരിക്കും എന്നും പരിശുദ്ധ ഖുർആൻ വ്യക്തമാക്കുന്നു. അതുകൊണ്ട് തന്നെ ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടുന്ന ഒന്നാമത്തെ പോയിന്റ്, നമ്മളുടെ ജീവിതത്തിൽ, കുടുംബത്തിൽ, ആരോഗ്യത്തിൽ, സമ്പത്തിൽ, നമ്മളുടെ ആദർശങ്ങളിൽ, നമ്മുടെ മതത്തിൽ ധാരാളക്കണക്കിന് ഫിത്നകൾ നിരന്തരമായി വന്നുകൊണ്ടേയിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതുപോലെ ആ ഫിത്ന കഖത്ഇൽ ലൈലിൽ മുഗ്ലിം, രാത്രിയുടെ ഇരുണ്ട അന്ധകാരങ്ങൾ പൊട്ടി വീഴുന്നത് പോലെ ഫിത്നകൾ ഒന്നിന് പിറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കും. ഒന്നിന് പിറകെ ഒന്നായി പരീക്ഷണങ്ങൾ വന്നുകൊണ്ടിരിക്കും. ലാ യസാലുൽ ബലാഉ ബിൽ മുഅ്മിനി വൽ മുഅ്മിന ഹത്താ യൽഖല്ലാഹ തആല, അല്ലാഹുവിനെ കണ്ടുമുട്ടുന്നത് വരെ സത്യവിശ്വാസിയായ ഒരാണിനും പെണ്ണിനും പരീക്ഷണങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഞാനും നിങ്ങളും ഉറച്ചു വിശ്വസിക്കുക, നമ്മൾ മാനസികമായി തയ്യാറാവുക, യാതൊരു നിലക്കും പതറാതെ മനസ്സുകൊണ്ട് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട വിഷയം, നമ്മളുടെ ജീവിതത്തിൽ നിരന്തരമായ പരീക്ഷണങ്ങൾ, ഫിത്നകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിക്കൊണ്ടിരിക്കും. അതിന് ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ല. ഈമാൻ സ്വീകരിച്ച ആണാണെങ്കിലും ശരി, ഈമാൻ സ്വീകരിച്ച സ്ത്രീയാണെങ്കിലും ശരി, രണ്ടുപേർക്കും പരീക്ഷണങ്ങൾ ഉണ്ടാകും. പരീക്ഷണം പുരുഷന്മാർക്ക് മാത്രമല്ല, പരീക്ഷണം സ്ത്രീകൾക്കുമുണ്ട്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ലാ യസാലുൽ ബലാഉ ബിൽ മുഅ്മിനി വബിൽ മുഅ്മിന, മുഅ്മിനായ ആണിനും മുഅ്മിനത്തായ പെണ്ണിനും രണ്ടുപേർക്കും പരീക്ഷണങ്ങൾ ഉണ്ടാകും, ജീവിതാവസാനം വരെ, അല്ലാഹുവിനെ കണ്ടുമുട്ടുന്നത് വരെ. ശരി, എങ്കിൽ രണ്ടാമത്തെ ചോദ്യം, പരീക്ഷണങ്ങൾ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണ് ഉദ്ദേശിക്കുന്നത്? അല്ലെങ്കിൽ ആ പരീക്ഷണങ്ങളുടെ ഹിക്മത്ത് എന്താണ്? അത് സൂറത്തുൽ അൻകബൂത്തിലെ ഞാൻ നേരത്തെ പറഞ്ഞ ആയത്തിന്റെ തൊട്ടടുത്ത ആയത്തിൽ അതിനുള്ള വിശദീകരണവും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. എന്താണത്? വലഖദ് ഫതന്നല്ലദീന മിൻ ഖബ്ലിഹിം, നിങ്ങൾക്ക് മുമ്പുള്ളവരെയും നാം പരീക്ഷിച്ചിട്ടുണ്ട്. അഥവാ ഈമാൻ പ്രഖ്യാപിച്ച ഏതൊരു സമൂഹത്തെയും, നാം നേരത്തെ പറഞ്ഞതുപോലെ ആദം അലൈഹിസ്സലാത്തു വസ്സലാമെ അടക്കമുള്ള ആദ്യത്തെ, നമ്മുടെ ആദ്യ പിതാവും നമ്മുടെ ആദ്യ മാതാവും, അവർ മുതൽ തുടങ്ങിയിട്ട് പരീക്ഷണങ്ങൾ ആവർത്തിച്ചിട്ടുണ്ട്. വലഖദ് ഫതന്നല്ലദീന മിൻ ഖബ്ലിഹിം, എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് അതിന്റെ പിന്നിലുള്ള ഹിക്മത്ത്, അല്ലെങ്കിൽ എന്തിനാണ് പരീക്ഷണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. വലിയഅലമന്നല്ലാഹുല്ലദീന സദഖൂ വലയഅലമന്നൽ കാദിബീൻ, നിങ്ങളുടെ കൂട്ടത്തിൽ സത്യസന്ധർ ആരാണ്, കളവ് പറയുന്ന ആളുകൾ ആരാണ്, ഹൃദയത്തിൽ കാപട്യമുള്ളവൻ ആരാണ്, ഇഖ്ലാസുള്ള ആത്മാർത്ഥതയുള്ള ആളുകൾ ആരാണ് എന്ന് വേർതിരിച്ചറിയാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷണങ്ങൾ നൽകുന്നത്. കാരണം മനുഷ്യനൊരു കഴിവുണ്ട്,
ഉള്ളിൽ ഒന്ന് മറച്ചു വെച്ച് പുറത്ത് മറ്റൊന്ന് പ്രകടിപ്പിക്കാൻ കഴിവുള്ള ജന്തുവാണ്, ജീവിയാണ് മനുഷ്യൻ. മനുഷ്യന് അങ്ങനെ ഒരു കഴിവുണ്ട്. ഹൃദയത്തിൽ ഒന്ന് ഒളിപ്പിച്ചു വെക്കാൻ പറ്റും, പുറത്ത് മറ്റൊന്ന് പറയാനും പറ്റും. അള്ളാഹു മുനാഫിക്കുകളായ ആളുകളെ കുറിച്ച് പറഞ്ഞില്ലേ, വമിനൻ നാസി മൻ യഖൂലു ആമന്നാ ബില്ലാഹി വബിൽ യൗമിൽ ആഖിർ വമാ ഹും ബിമുഅ്മിനീൻ യുഖാദിഊന അല്ലാഹ വല്ലദീന ആമനൂ വമാ യഖ്ദഊന ഇല്ലാ അൻഫുസഹും വമാ യശ്ഉറൂൻ. മനുഷ്യരിൽ ചില ആളുകളുണ്ട്, അവർ പറയുന്നു, അവരുടെ വായ കൊണ്ട് പറയുന്നു, ഞങ്ങൾ അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിച്ചിട്ടുണ്ട് എന്ന്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വമാ ഹും ബിമുഅ്മിനീൻ, അവർ മുഅ്മിനുകളല്ല, അവർക്ക് അള്ളാഹുവിലും പരലോകത്തിലും വിശ്വാസമില്ല. മറിച്ച് അങ്ങനെ പറയുന്നത് കൊണ്ട് അവർ ലക്ഷ്യമാക്കുന്നത് യുഖാദിഊന അല്ലാഹ്, അവർ അള്ളാഹുവിനെ വഞ്ചിക്കാൻ ശ്രമിക്കുകയാണ്. വല്ലദീന ആമനൂ, സത്യവിശ്വാസികളുടെ സമൂഹത്തെ വഞ്ചിക്കാൻ അവർ ഉദ്ദേശിക്കുന്നു, ചതിക്കാൻ അവർ ഉദ്ദേശിക്കുന്നു. അവർ അവരുടെ കൂടെയാണ് എന്ന് വരുത്തി തീർക്കുന്നു, അവരുടെ രഹസ്യങ്ങൾ അവർ ചോർത്തിയെടുക്കുന്നു. എന്നിട്ട് അവർക്കെതിരെ ആഞ്ഞടിക്കാൻ ശത്രുക്കൾക്ക് ആയുധമായി അവർ വർത്തിക്കുന്നു. അല്ലെങ്കിൽ മുസ്ലിമീങ്ങളിൽ നിന്ന് എന്തെങ്കിലും ആനുകൂല്യം കിട്ടാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ മുസ്ലിമായി അഭിനയിച്ച്, ആദർശ ബന്ധുവായി അഭിനയിച്ച് അവരുടെ കൂടെ കൂടുന്നു. ആനുകൂല്യങ്ങൾ കിട്ടാതാകുമ്പോ അവർ അതിൽ നിന്ന് പുറത്തു ചാടുകയും ചെയ്യുന്നു. ഇപ്രകാരം ഭൗതികമായ താല്പര്യത്തിന് വേണ്ടി, സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി, ദുനിയാവിന്റെ നേട്ടങ്ങൾക്ക് വേണ്ടി ഞാൻ അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്നു എന്ന് നാവുകൊണ്ട് കേവലമായി പ്രഖ്യാപിക്കുകയും ഹൃദയത്തിൽ വിശ്വാസം ഇറങ്ങാതിരിക്കുകയും ചെയ്യുന്ന ആളുകൾ ലോക സമൂഹത്തിൽ കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള ആളുകളെയും അല്ലാത്ത സത്യസന്ധരായ ആത്മാർത്ഥതയുള്ള ഇഖ്ലാസുള്ള ആളുകളെയും വേർതിരിച്ച് മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷണങ്ങൾ നൽകുന്നത്. കാരണം എന്തെന്നാൽ പരീക്ഷണങ്ങളെ നേരിടാൻ കരുത്തുണ്ടാവുക ശരിയായ ഈമാൻ ഹൃദയത്തിലുള്ള ആളുകൾക്ക് മാത്രമാണ്. പരീക്ഷണങ്ങളെ അതിജയിക്കുവാനുള്ള തന്റേടമുണ്ടാവുക യഥാർത്ഥ വിശ്വാസം ഹൃദയത്തിൽ രൂഢമൂലമായ ആളുകൾക്കാണ്. എന്നാൽ ഹൃദയത്തിലില്ലാത്ത ഒന്ന് കേവല നാവുകൊണ്ട് പറയുന്ന ആളുകൾക്ക് ഒരു പ്രയാസം വരുമ്പോൾ, ഒരു വിഷമം വരുമ്പോൾ, ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ അവർക്കതിനെ തരണം ചെയ്യാൻ സാധിക്കുകയില്ല, അവർ പിറകോട്ടു പോകുന്നതായി കാണാം. ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയട്ടെ. നമ്മുടെ സമൂഹത്തിൽ ദഅവാ പ്രവർത്തനങ്ങൾക്കും പ്രബോധന പ്രവർത്തനങ്ങൾക്കും നമ്മുടെ കൂടെ ഉണ്ടാകുന്ന ചില ആളുകളുണ്ട്. എന്നാൽ ആ ദഅവാ പ്രസ്ഥാനത്തിനോ ആ സംഘടനക്കോ ഒരു പ്രയാസമുണ്ടായാൽ, ഒരു ഛിദ്രതയുണ്ടായാൽ, ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഒരു ഭിന്നതയുണ്ടായാൽ പിന്നീട് സകലമായ പ്രബോധന പ്രവർത്തനങ്ങളിൽ നിന്നും മാറി നേരത്തെയുള്ള എല്ലാ നിലപാടുകളെയും ഒഴിവാക്കി വീടുകളിലേക്ക് വീണ്ടും തിരിച്ച് ചേക്കേറുന്ന ആളുകളെ കാണാൻ സാധിക്കും. ഇസ്ലാമികമായി അതിന്റെ മാനദണ്ഡം എന്താണ്? ഇസ്ലാമികമായി അത്തരം ഒരു കാഴ്ചപ്പാടിന്റെ സമീപനം എന്താണ്? അള്ളാഹുവിന്റെ ഗ്രന്ഥമോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തോ മുസ്ലിമീങ്ങളിലുള്ള ഒരു പരീക്ഷണം ഒരു മുസ്ലിമിനെ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോകേണ്ടതാണ്. അവന് ഇന്നലെ വരെ ചെയ്ത ദഅവാ പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ മാറി ഇനി അത്തരം നന്മകളിലൊന്നും അവൻ പങ്കെടുക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കാൻ പ്രേരണ നൽകുന്ന പരിശുദ്ധ ഖുർആനിലെ വല്ല ആയത്തോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വല്ല ഹദീസോ ഉണ്ടോ? എന്നാൽ സ്വഹീഹായ ചില ഹദീസിൽ വന്നിട്ടുണ്ട്, അവസാന കാലഘട്ടത്തിൽ ഒരു മനുഷ്യനും ഉപദേശം കേൾക്കാത്തൊരു കാലഘട്ടം വരും, അന്ന് നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ അടങ്ങി ഒതുങ്ങി കഴിഞ്ഞോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അങ്ങനെയല്ലാത്തൊരവസ്ഥയിൽ ആയിരക്കണക്കിന് ആളുകൾ ദീന് പഠിക്കാൻ ആഗ്രഹമുള്ള ഒരു കാലഘട്ടത്തിൽ, അതുപോലെ തന്നെ ദീനിനെ സംബന്ധിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും അറിയാനും പ്രബോധനം ചെയ്യാനും ഒരു വലിയ സമൂഹം തയ്യാറായി നിൽക്കുന്ന കാലഘട്ടത്തിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിലെ പ്രശ്നങ്ങളോ ഏതെങ്കിലും രണ്ട് വ്യക്തികളോ വിഭാഗങ്ങളോ ഗ്രൂപ്പുകളോ പ്രസ്ഥാനങ്ങളോ തമ്മിലോ ഉള്ള പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ ഒരു വ്യക്തിയെ എങ്ങനെയാണ് മതത്തിൽ നിന്ന് പിറകോട്ട് കൊണ്ടുപോകുവാൻ പ്രേരിപ്പിക്കുന്നത്? അത് സാധ്യമല്ല. അങ്ങനെ ചിന്തിച്ചിരുന്ന ചില ആളുകൾ ഉണ്ടായിരുന്നു. എപ്പോൾ വരെ? ഉഹുദ് യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ പോലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉഹുദ് യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു എന്ന ഒരു കിംവദന്തി, ഒരു ഇല്ലാത്ത കാര്യം അവർ പറഞ്ഞു പരത്തി. എന്തിനാണ്? മുസ്ലിമീങ്ങളുടെ വീര്യം കെടുത്താൻ. അപ്പോൾ മുസ്ലിമീങ്ങളിൽ തന്നെ ചില ആളുകൾ കരുതി, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊല്ലപ്പെട്ടെങ്കിൽ ഇനി നമ്മൾ എന്തിന് യുദ്ധത്തിനിറങ്ങണം, നമ്മൾ എന്തിനു ദീനിനു വേണ്ടി പോരാടണം എന്ന് വിചാരിച്ച് യുദ്ധത്തിന്റെ മുന്നണിയിൽ നിന്ന് പിറകോട്ട് പോകാൻ ചില ആളുകൾ തീരുമാനിച്ചപ്പോൾ
അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കി. എന്താണ് ഇറക്കിയത്? വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദൈവദൂതൻ മാത്രമാകുന്നു. ഖദ് ഖലത് മിൻ ഖബ്ലിഹി റുസുൽ, അദ്ദേഹത്തിന് മുമ്പും ഒരുപാട് റസൂലുകൾ കഴിഞ്ഞുപോയിട്ടുണ്ട്. അഫഇൻ മാത ഔ ഖുതില ഖലബതും അലാ അഖാബികും, അദ്ദേഹം മരിക്കുകയോ കൊല്ലപ്പെടുകയോ ചെയ്താൽ നിങ്ങൾ എന്തിനാണ് പിറകോട്ട് പോകുന്നത്? വമൻ യൻഖലിബ് അലാ അഖബൈഹി ഫലൻ യമുറല്ലാഹ ശൈആ, തങ്ങളുടെ പാദങ്ങളിൽ പിറകോട്ട് പോകുന്ന മുഹമ്മദ് നബി മരിച്ചെങ്കിൽ എന്തിന് യുദ്ധം എന്ന് തീരുമാനിക്കുന്ന ആളുകളെ, നിങ്ങൾ അള്ളാഹുവിന് ഒരു ഉപദ്രവവും വരുത്താൻ പോകുന്നില്ല, നിങ്ങൾ ഇസ്ലാമിന് ഒരു ഉപദ്രവവും വരുത്തുകയില്ല, നിങ്ങൾ തൗഹീദിന്റെ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് ഒരു ഉപദ്രവവും വരുത്തുകയില്ല. കാരണം ഈ മതത്തെ നിലനിർത്തുക, അത് നിലനിൽക്കാൻ ആവശ്യമായ സാഹചര്യങ്ങൾ ഉണ്ടാക്കുക, അതിന് സാധിക്കുന്ന വിഭാഗത്തെ കൊണ്ടുവരിക എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നടപടിക്രമത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ആളുകൾ തോൽപ്പിച്ചാലോ പിറകോട്ട് പോയാലോ ഈ മഹത്തായ ആദർശത്തിന്റെ പ്രബോധന പ്രവർത്തനങ്ങൾ നിന്നു പോവുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് താക്കീത് നൽകുകയാണ്. ആ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ലോക മുസ്ലിമീങ്ങളെ പഠിപ്പിക്കാൻ വിചാരിച്ച ഒരു തത്വമുണ്ട്. നിങ്ങൾ യുദ്ധം ചെയ്യുന്നത് മുഹമ്മദ് നബിക്ക് വേണ്ടിയല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊല്ലപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ യുദ്ധത്തിന് പ്രസക്തിയില്ല. കാരണം അദ്ദേഹം മരണപ്പെട്ടു. നിങ്ങൾ അദ്ദേഹത്തിന് വേണ്ടിയാണ് യുദ്ധം ചെയ്തതെങ്കിൽ, അതല്ല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ആദർശത്തിന് വേണ്ടിയാണ്, തൗഹീദിന് വേണ്ടിയാണ്, സുന്നത്തിന് വേണ്ടിയാണ് നിങ്ങൾ പടപൊരുതുന്നതെങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടാലും ആ ആദർശം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അതിനെ എങ്ങനെയാണോ നിങ്ങൾ ഇന്നലെ കണ്ടത് അതേ രൂപത്തിൽ തന്നെ ആ ആദർശത്തെ ഇന്നും കാണാൻ നിങ്ങൾക്ക് സാധിക്കണം. എന്നതുപോലെ ലോകത്ത് ദഅവാ പ്രവർത്തനത്തിന് വേണ്ടി ഉണ്ടാക്കപ്പെട്ട സംരംഭങ്ങളിൽ കാണപ്പെടുന്ന പ്രശ്നങ്ങളോ ഭിന്നതകളോ പ്രയാസങ്ങളോ ഒരു സമൂഹത്തെ, ഒരു വ്യക്തിയെ, ഒരു വിഭാഗത്തെ ഒരു മഹത്തായ ആദർശ പ്രബോധന പ്രവർത്തന രംഗത്ത് നിന്ന് പിറകോട്ട് വലിക്കാൻ പാടുള്ളതല്ല. മറിച്ച് പരീക്ഷണങ്ങൾ ഉണ്ടാകും, ഫിത്നകൾ ഉണ്ടാകും, പ്രശ്നങ്ങളുണ്ടാകും. ആ പ്രശ്നങ്ങളുള്ള സന്ദർഭത്തിൽ കരുത്തോടുകൂടി അതിനെ നേരിടാൻ, ഇസ്ലാമിക പ്രമാണങ്ങളുടെ പിൻബലത്തോടുകൂടി അതിനെ അതിജയിക്കാൻ, അതിനെ മറികടന്നുകൊണ്ട് ആ പ്രശ്നങ്ങളെ ഇല്ലാതെയാക്കി വീണ്ടും പ്രബോധന പ്രവർത്തനങ്ങളിൽ സജീവമാകുവാനുള്ള തന്റേടമാണ് യഥാർത്ഥത്തിൽ ആദർശത്തിന്റെ വക്താക്കളായ ആളുകൾ കാണിക്കേണ്ടത്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, നിങ്ങളിൽ നിന്ന് സത്യസന്ധമായി ആത്മാർത്ഥമായി ആദർശത്തിന് വേണ്ടി മാത്രം ആദർശം പ്രഖ്യാപിച്ച, പരലോകത്തിന് വേണ്ടി മാത്രം ആദർശം പ്രഖ്യാപിച്ച, സ്വർഗം ലഭിക്കാൻ വേണ്ടി മാത്രം ആദർശം പ്രഖ്യാപിച്ച ആളുകളെയും ഭൗതികമായ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം ആദർശം പ്രഖ്യാപിച്ച ആളുകളെയും വേർതിരിച്ചറിയുവാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷണങ്ങൾ നിശ്ചയിക്കുന്നത് എന്ന് വളരെ കൃത്യമായി പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുന്നു. അപ്പൊ സഹോദരങ്ങളെ, സഹോദരന്മാരെ, സഹോദരികളെ, നാം പറഞ്ഞു വന്നത് നിരന്തരമായ ഇത്തരം പരീക്ഷണങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത് സത്യവിശ്വാസികളായ ആളുകളെ, സ്ത്രീകളെ, പുരുഷന്മാരെ, അവരിൽ ആത്മാർത്ഥമായി ആദർശം പ്രഖ്യാപിച്ചവരെയും അല്ലാത്തവരെയും തിരിച്ചറിയാൻ വേണ്ടിയാണ് പരീക്ഷണങ്ങൾ ഉണ്ടാകുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തെക്കുറിച്ച് അള്ളാഹുവിന്റെ റസൂല് തന്നെ മരിക്കുന്നതിന്റെ മുമ്പ് പറഞ്ഞത്, ഈ ലോകത്ത് നിങ്ങൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ മുസീബത്ത് എന്റെ മരണമാണ് എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണമാണ് സത്യവിശ്വാസികൾ അഭിമുഖീകരിക്കേണ്ടി വരുന്ന മുസീബത്തുകളിൽ വെച്ച് ഏറ്റവും വലിയ മുസീബത്ത് എന്ന്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായ സന്ദർഭത്തിൽ മദീനയിൽ ചില മ്ലാനത അനുഭവപ്പെട്ടു. ചില ആളുകൾക്ക് അത് അംഗീകരിക്കാൻ കഴിയുന്നില്ല. സ്വഹാബികൾ പല ആളുകളും വളരെയധികം പ്രയാസത്തിലായി. ആ സന്ദർഭത്തിൽ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം കടന്നു വരികയും മിമ്പറിൽ കയറുകയും വളരെ ശ്രദ്ധേയമായ രണ്ട് വാചകങ്ങൾ അദ്ദേഹം പറയുകയും ചെയ്തു. ആ വാചകമായിരിക്കണം എന്റെയും നിങ്ങളുടെയും മനസ്സിൽ ജീവിതത്തിലെ ഏറ്റവും വലിയ മുസീബത്തിന്റെ ഘട്ടത്തിലാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്, അതിനേക്കാൾ വലിയ ഒരു മുസീബത്തിന് ലോകത്ത് വരാനില്ല, അതിനേക്കാൾ വലിയൊരു മുസീബത്തിന് വരാനില്ല, അതിനു മുമ്പും അതിനു ശേഷവും. അത്ര
അത്രയും വലിയൊരു മുസീബത്ത് വരാനില്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് അത്തരത്തിലുള്ള വലിയ മുസീബത്തുകളിൽപ്പെട്ട ഒരു മുസീബത്താണെന്ന് അള്ളാഹുവിന്റെ റസൂൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ മുസീബത്തിന്റെ ഘട്ടത്തിൽ പോലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, മൻ കാന യഅ്ബുദു മുഹമ്മദൻ ഫഇന്ന മുഹമ്മദൻ ഖദ് മാത് വമൻ കാന യഅ്ബുദുല്ലാഹ് ഫഇന്നഹു ഹയ്യുൻ ലാ യമൂത്. നിങ്ങളിൽ ആരെങ്കിലും മുഹമ്മദ് നബിയെയാണ് ആരാധിച്ചുകൊണ്ടിരുന്നതെങ്കിൽ നിങ്ങളുടെ മ്ലാനതയ്ക്ക് വകുപ്പുണ്ട്. കാരണം നിങ്ങൾ ആരാധിച്ചുകൊണ്ടിരുന്ന ഒരു ദൈവം മരിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ നിങ്ങൾ നിരാശപ്പെടുന്നുണ്ടെങ്കിൽ, നിങ്ങൾ പുറകോട്ട് പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിൽ അർത്ഥമുണ്ട്. പക്ഷെ അദ്ദേഹം പറയുകയാണ്, അതല്ല, മൻ കാന യഅ്ബുദുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനാണോ ഇബാദത്ത് ചെയ്തത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിങ്ങൾ സ്നേഹിച്ചത് അള്ളാഹുവിനുള്ള ഇബാദത്താണ് എന്ന് മനസ്സിലാക്കിയിട്ടാണോ? അള്ളാഹുവിന്റെ പ്രവാചകന്റെ കൂടെ നിങ്ങൾ യുദ്ധത്തിന് അണിനിരുന്നത് ഇത് അള്ളാഹുവിനുള്ള ഇബാദത്താണ് എന്ന് മനസ്സിലാക്കിയിട്ടാണോ? അള്ളാഹുവിന്റെ പ്രവാചകന്റെ സുന്നത്തുകളെ ചാണിന് ചാണായി മുഴത്തിന് മുഴമായി പിൻപറ്റുന്നത് തൗഹീദിന്റെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കിയിട്ടാണോ? അങ്ങനെയാണെങ്കിൽ ആ അള്ളാഹുവിനുള്ള ഇബാദത്തായി കൊണ്ടാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സമീപനങ്ങൾ നിങ്ങൾ കണ്ടിട്ടുള്ളതെങ്കിൽ അറിയുക, ആ അല്ലാഹു മരിച്ചിട്ടില്ല. ഫഇന്നഹു ഹയ്യുൻ, അല്ലാഹു എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്. ലാ യമൂത്, അല്ലാഹു ഒരിക്കലും മരിക്കൂല. അതുകൊണ്ട് തന്നെ ഉത്സാഹം കുറയേണ്ടതില്ല, ആവേശം കുറയേണ്ടതില്ല. ആ അല്ലാഹു സുബ്ഹാനഹു വ തആല മരണപ്പെടാതെ ജീവിച്ചിരിപ്പുണ്ട്. ലോക സമൂഹത്തിന്റെ മാർഗദർശനമായി അല്ലാഹു സുബ്ഹാനഹു വ തആല അയച്ചിട്ടുള്ള അവതരിപ്പിച്ചിട്ടുള്ള വേദഗ്രന്ഥമായ പരിശുദ്ധ ഖുർആൻ ഒരു ഹർഫ് പോലും വ്യത്യാസമില്ലാതെ ഇന്നും നിലനിൽക്കുന്നു. ആകാശത്തേക്ക് ഉയർത്തപ്പെട്ടിട്ടില്ല. ഇൻഷാ അല്ലാഹ് ഖിയാമത്ത് നാളിനോട് അടുപ്പിച്ചുള്ള സമയത്ത് പരിശുദ്ധ ഖുർആൻ ഉയർത്തപ്പെടുമെന്ന് സഹീഹായ ഹദീസിൽ വന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ടും നിഅമത്ത് കൊണ്ടും അള്ളാഹുവിന്റെ ഗ്രന്ഥമായ ഖുർആൻ എന്റെയും നിങ്ങളുടെയും കൈകളിലുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് ഒന്നുപോലും വിട്ടുപോകാതെ സഹീഹായ പരമ്പരകളിലൂടെ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിന്റെ തഫ്സീറുകളും ആധികാരികമായ തഫ്സീറുകളും അതുപോലെ തന്നെ അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഹദീസുകൾ ജനങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റുന്ന രൂപത്തിലുള്ള ശറഹുകളും ഇന്ന് ലോകത്ത് നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ മഹാന്മാരായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആദ്യകാല പണ്ഡിതന്മാരായ സ്വഹാബികൾ മുതൽക്കുള്ള എല്ലാ ആളുകളുടെയും വീക്ഷണങ്ങളും കാര്യങ്ങളും ഗ്രന്ഥങ്ങളും എല്ലാം ലോകത്ത് അവൈലബിൾ ആയിരിക്കെ ഈ ആദർശത്തിൽ നിന്ന്, ഈ മൻഹജിൽ നിന്ന്, ഈ മഹത്തായ പ്രബോധന പ്രവർത്തനങ്ങളിൽ നിന്ന് പിറകോട്ട് പോയി നേരത്തെ ഉണ്ടായിരുന്ന ഒരവസ്ഥയിലേക്ക് സത്യവിശ്വാസികളായ ആളുകൾ തിരിച്ചു പോകുന്നു എന്ന് പറഞ്ഞാൽ അത് അങ്ങേയറ്റത്തെ മൗഢ്യമാണ്, വിഡ്ഢിത്തമാണ്. ഒരിക്കലും ഞാനും നിങ്ങളും സ്വീകരിക്കാൻ പാടില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് ഏതൊരു ഖുർആനിനെ മുൻനിർത്തിയാണോ, ഏതൊരു ഹദീസിനെ മുൻനിർത്തിയാണോ, ഏതൊരു മൻഹജുസ് സലഫിനെ മുൻനിർത്തിയാണോ നമ്മൾ പ്രബോധന പ്രവർത്തന രംഗത്തിറങ്ങിയത്, അതെല്ലാം ഇവിടെ നിലവിലുണ്ട്. അതെല്ലാം കേൾക്കാനും പഠിക്കാനും താല്പര്യമുള്ള ഒരു ജനതയും ഈ നാട്ടിലുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ പിറകോട്ട് പോയത്? അങ്ങനെ വല്ലവനും പിറകോട്ട് പോയിട്ടുണ്ടെങ്കിൽ അതിന് പരിശുദ്ധ ഖുർആൻ നൽകിയ വ്യാഖ്യാനമല്ലാതെ മറ്റൊരു വ്യാഖ്യാനമില്ല. കാരണം അവർ ഒരു പക്ഷേ ഭൗതികമായ സുഖങ്ങളായിരിക്കണം ആഗ്രഹിച്ചത്, ഭൗതികമായ താല്പര്യങ്ങളായിരിക്കണം ആഗ്രഹിച്ചത്. അത് ലഭിക്കാതെ പോകുന്ന ആളുകൾക്ക് പരീക്ഷണ ഘട്ടത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. മറിച്ച് ദുനിയാവ് ഒന്നും എനിക്ക് ലഭിച്ചിട്ടില്ലെങ്കിലും ഞാൻ ഇതിനിറങ്ങി പുറപ്പെട്ടത് പരലോകത്തെ മാത്രം ഉദ്ദേശിച്ചാണ് എന്ന് ബോധമുള്ള ആളുകൾ ദുനിയാവിൽ എന്ത് പരീക്ഷണങ്ങൾ ഉണ്ടായാലും പതറാതെ അവർ ആദർശത്തിൽ നിലകൊള്ളും, പ്രബോധന പ്രവർത്തന രംഗങ്ങളിൽ നിലകൊള്ളും. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എക്കാലഘട്ടത്തിലും സത്യവിശ്വാസികൾ ജീവിതത്തിന്റെ നിഖില മേഖലകളിൽ പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ആ പരീക്ഷണങ്ങളിലൊക്കെ തന്നെ സത്യസന്ധമായ നിലപാട് സ്വീകരിക്കുന്ന ആളുകൾ ആരാണ് എന്ന് വേർതിരിച്ചറിയാനാണ് അള്ളാഹു ഈ പരീക്ഷണങ്ങൾ നൽകുന്നത്. സൂറത്ത് ആലി ഇമ്രാനിൽ അള്ളാഹു പറഞ്ഞത്, മാ കാന അല്ലാഹു ലിയദറൽ മുഅ്മിനീന അലാ മാ അൻതും അലൈഹി ഹത്താ യമീസൽ ഖബീസ മിനത് ത്വയ്യിബ്. നല്ലതിൽ നിന്ന് ചീത്തയെ വേർതിരിക്കാനാണ് അള്ളാഹു പരീക്ഷണങ്ങൾ നിശ്ചയിക്കുന്നത്. നല്ലതിനെയും ചീത്തയെയും വേർതിരിക്കണം. എന്നിട്ടോ വലിയജഅലൽ ഖബീസ ബഅദഹു അലാ ബഅദിൻ ഫയർകുമഹു ജമീഅ ഫയജഅലഹു ഫീ ജഹന്നം എന്നും പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. ഒരു തിന്മയുടെ മേലെ മറ്റൊരു തിന്മയെ അട്ടിയിട്ട് അങ്ങനെ തിന്മയുടെ വക്താക്കളെ മുഴുവൻ ഒരു പാർട്ടിയിലേക്ക് കൂട്ടിയിട്ട് അവരെ
എറിഞ്ഞ് നശിപ്പിച്ചു കളയാനും പിന്നീട് നരകത്തിലേക്ക് വലിച്ചെറിയാനും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നു. അപ്പോൾ നന്മയിൽ നിന്ന് തിന്മയെ വേർതിരിച്ച് നന്മയുടെ വക്താക്കളെ വേർതിരിക്കുവാനുള്ള അള്ളാഹുവിന്റെ നടപടിക്രമങ്ങളാണ് സത്യവിശ്വാസികൾ അനുഭവിക്കേണ്ടി വരുന്ന പരീക്ഷണങ്ങൾ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ആ പരീക്ഷണങ്ങളെ രചനാത്മകമായി, ക്രിയാത്മകമായി, പോസിറ്റീവായി കണ്ട് നമ്മുടെ ജീവിതത്തിൽ ലഭിച്ച അസുലഭമായ ഒരു നിമിഷമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് എന്ന സന്തോഷത്തോടു കൂടിയായിരിക്കണം സത്യവിശ്വാസികളായ ആളുകൾ പരീക്ഷണങ്ങളെ കാണേണ്ടത്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം